أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹജ്ജ് ഉംറ കൊണ്ട് വ്യാപാരത്തെ സജീവമാക്കൽ സാമൂഹിക ബാധ്യതയാണ്. പൊതുവെ ഹജ്ജ് നിർബന്ധമായാലും ഇല്ലെങ്കിലും ഒരാള് ഹജ്ജോ ഉംറയോ നിർവഹിച്ചാൽ ഫർദ് കിഫായന്റെ പ്രതിഫലം ഉറപ്പായിട്ട് കിട്ടും. സാമൂഹിക ബാധ്യത കൂടിയില്ലേ. അതിന് പുറമെ ജീവിതത്തിൽ നിർബന്ധമായ ഹജ്ജ് ഉംറ, നേർച്ചയാക്കിയ ഹജ്ജ്, നേർച്ചയാക്കിയ ഉംറ, ഇതിന്റെ നിയമം വേറെ വരും. അതിന്റെ പ്രതിഫലം വേറെ, ഇതിന്റെ വേറെ. അന്നുസുഖു ഇമ്മാ ഫർദൈൻ, വ്യക്തിപരമായ ഫർദായിരിക്കും. ഏത്? ഹജ്ജ് ഉംറ. അത് പല നിയമങ്ങളോടുകൂടി ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജ് ഫർദ് ഐനായി വരും. അതേ സമയത്ത് ഫർദ് കിഫായ വരുന്നുണ്ട്. എങ്ങനെയാണത്? ഇഹ്യാഉൽ കഅബ കുല്ല സന ബിൽ ഹജ്ജി വൽ ഉംറ എന്നൊരു പ്രത്യേക നിയമമുണ്ടല്ലോ. എല്ലാ വർഷവും ഹജ്ജ് ഉംറ കൊണ്ട് കഅബയെ സജീവമാക്കൽ ഫർദ് കിഫായയാണ്. ഏത് രൂപത്തിൽ ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും ഫർദ് കിഫായന്റെ പ്രതിഫലം പ്രത്യേകം കിട്ടും. ഫർദ് കിഫായ വിടുന്നുണ്ടല്ലോ. അതിന് പുറമെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വുജൂബായ ഹജ്ജ് ഉംറ, നേർച്ചയാക്കിയ ഹജ്ജ്, അതുപോലെ മറ്റൊരാളെ തൊട്ട് വീട്ടുന്ന ഹജ്ജ്, അതിന്റെ നിയമം വേറെയാണ്. അതാ ഇപ്പൊ പറയുന്നത്. ഫർദ് കിഫായ വീട്ടാനുള്ള ഹജ്ജ് ഉംറ അല്ല. ഒരു കാലത്തും തന്നെ കഅബാലയം മുടങ്ങാൻ പാടില്ല എന്നാണ്. ഓരോ വർഷത്തിലും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും നിറഞ്ഞു കവിയൽ എന്താണ്? ഫർദ് കിഫായാണ്. അപ്പൊ ഏതൊരാള് ഹജ്ജ് ചെയ്താലും ഫർദ് കിഫായ ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ പോലും അവരെ കൊണ്ട് എന്ത് നിറവേറുന്നുണ്ട്? അപ്പൊ അതിന്റെ പ്രതിഫലം കിട്ടും. അതിന് പുറമേയുള്ള ചർച്ചയായി പറയുന്നു. അതിന് പുറമേയുള്ള ചർച്ച ഫർദ് കിഫായന്റെ നിയമമല്ല പറയുന്നത്. പൊതുവെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലും നിർബന്ധമാണോ സുന്നത്താണോ? പൊതുവെയുള്ള നിയമത്തെ ആ ചർച്ചയിലേക്കാണ് കടക്കുന്നത്. അൽ ഉംറത്തു ഫർദുൻ, ഉംറ നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വാതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അൽ ബഖറ 196 വെച്ചുകൊണ്ടാണ് ഏത് വുജൂബാണ് എന്ന് തെളിയിക്കുന്നത്. ഹജ്ജ് വാതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, പൂർത്തിയായ രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവരിക, പരിപൂർണ രൂപത്തിൽ. അൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി. അൽ ബഖറ 196 ഈ പറഞ്ഞത്. വാതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. വുജൂബാന്ന് കിട്ടിയില്ലേ? അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആയത്തിൽ ഹജ്ജ് ഉംറ പറഞ്ഞെടുത്ത് ലില്ലാഹി എന്നെന്താ പ്രത്യേകം ഒരു തമ്പി? മറ്റു അമലുകൾക്ക് അങ്ങനെ പറയലില്ലല്ലോ. ലില്ലാഹ് കസ്റത്തുൽ റിയാഇ ഫീഹിമാ, അധികരിച്ചും ലോകമാന്യം വരും കടേ. അതുകൊണ്ടാണ് ഏത് പറഞ്ഞത്? ലോകമാന്യത്തെ പേടിക്കാനുള്ള ഒരു അമലാണത്. അമീറ 284 ഇക്കാര്യം പറയുന്നുണ്ട്. പിന്നെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഉംറ നിർബന്ധമാണ്. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട് ഈമാൻ എന്ത്, ഇസ്ലാം എന്ത്, ഇഹ്സാൻ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ലേ? അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇഹ്സാൻ. ഉത്തരത്തിൽ എന്താണ് പറഞ്ഞത്? അൽ ഇസ്ലാം അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്നത് അൻ തശ്ഹദ, നീ മനസ്സിൽ ഉറപ്പിച്ച് നാമം കൊണ്ട് വെളിവാക്കി പറയുക, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അൻ തുഖീമ സ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തലുമാകുന്നു, വ തുഅ്തിയ സകാത്ത, നീ സകാത്ത് കൊടുക്കലുമാകുന്നു, വ തഹുജ്ജൽ ബൈത, കഅബയിൽ നിന്ന് ഹജ്ജ് ചെയ്യലുമാകുന്നു, വ തഅ്തമിറ വ തഗ്തസില മിനൽ ജനാബ വ തുതിമ്മൽ വുദൂഅ വ തസൂമ റമളാൻ. വറവ ദാറഖുത്നിയ ഹാദൽ ലഫ്ദ ബിഹുറൂഫിഹി, ദാറഖുത്നിയും ഇതേപോലെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ثم قال ദാറഖുത്നി പറയുന്നു, ഹാദാ ഇസ്നാദുൻ സ്വഹീഹ് സാബിത്തുൻ. 84 എന്ത് കിട്ടിയ നേരം? ഉംറ നിർബന്ധം. വതഹുജ്ജൽ ബൈത വതഅ്തമിറ വുജൂബായി. ഇസ്ലാം എന്നാൽ രണ്ട് ഷഹാദത്ത് കലിമകൾ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുക. അടുത്തത് 5 വക്ത നമസ്കാരം നിലനിർത്തുക. മൂന്നാമത്തത് സക്കാത്ത് വീട്ടുക. അടുത്തത് ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. പിന്നെ അവസാനം പറഞ്ഞത് റമളാൻ നോമ്പ് അനുഷ്ഠിക്കുക. മുസ്ലിം റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസ് ദാറഖുത്നി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുറപ്പായി? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും എന്തായി? സ്ഥിരപ്പെട്ടു. ഉംറ ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ, പിന്നെ നിർത്തിയാക്കിയാൽ അധികം വരും. ഹജ്ജിന്റെ അതേ നിയമം തന്നെയാണ്. ഉംറ ഫർളാണെന്ന് ആരൊക്കെ പറഞ്ഞു? ഉംറ ചെയ്യൽ 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഉംറ ചെയ്യാം. പക്ഷെ ബടാ ഉംറ ചെയ്യാൻ 2.5 മണിക്കൂർ പോരാ. ജഹറാനത്ത് എന്ന് പറയുന്ന സ്റ്റേഷൻ അതെല്ലാം ഇതിൽ വായിക്കുന്നുണ്ട്, അതിന്റെ ശ്രേഷ്ഠതകളും കണക്കുകളെല്ലാം. അതിന് മണിക്കൂർ അധികം വേണം. പക്ഷെ മക്കത്ത് പോയാല് ഒരു ദിവസം തന്നെ കുറെ ഉംറ ചെയ്യാൻ ചെയ്യാത്ത ബ്ലോക്ക് കൊണ്ട്, അതുപോലെ കടന്നു പോകാനുള്ള ആ വിഷമം കൊണ്ട് മാത്രമാണ്. 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നല്ല ശോഭനീയമായിരുന്നു. ഇത് നടക്കാൻ കഴിയും? എത്ര നല്ല അമൽ. ഉംറ നിർബന്ധമാണെന്ന് ശാഫിഈ മദ്ഹബിൽ ഏറ്റവും അടിസ്ഥാനയോഗ്യമായ ഖൗല്, അദ്ഹറായ ഖൗല്. ഉംറ ഫർള് തന്നെയാണ്, സുന്നത്തല്ല. ഹംബലി മദ്ഹബ്, ശാഫിഈ മദ്ഹബിൽ പ്രബലമായ ഖൗല് ഉംറ നിർബന്ധമാണ്. രണ്ടാം ഖൗല് സുന്നത്താണ് എന്നുണ്ട്. അംഗീകൃതമല്ലാത്ത ഖൗല്. അതേ സമയത്ത് ഹംബലി മദ്ഹബിൽ തർക്കമില്ലാത്ത രൂപത്തിൽ നിർബന്ധം തന്നെയാണ്. ഏത്? ഉംറ. ഉംറ സുന്നത്താണ് എന്ന് പറഞ്ഞത് ഹനഫി മദ്ഹബ്. ഹനഫി, മാലിക്കി, ശാഫിഈ മദ്ഹബിന്റെ രണ്ടാം ഖൗല്, അദ്ഹറിന്റെ എതിരിലുള്ള ഖൗല്, പ്രബലം അല്ലാത്ത ഖൗല്. ഉംറ സുന്നത്താണ്. കണ്ടോ? ഹുവാ ഫർദുൻ. ഉംറ ഹജ്ജല്ലേ? ഉംറയിലേക്ക് എത്തിയില്ല. ഹുവാ ഫർദുൻ, ഹജ്ജ് ഫർദാണ്, മഫ്റൂദാണ്. മഅലൂമുൻ മിനദ്ദീനി ബിദ്ദറൂറ, ദീനിൽ നിഷേധ്യമായി അറിയപ്പെട്ട കാര്യമാണ്. ഏത്? ഫയക്ഫുറു മുൻകിറുഹു, ഹജ്ജിന്റെ വുജൂബിനെ നിഷേധിച്ചവൻ
ഇല്ലാ ഇൻ അംകന ഖഫാഉഹു അലൈഹി. ഇല്ലാ ഇൻ അംകന ഖഫാഉഹു. ഹജ്ജിന്റെ വുജൂബാണ്, ഹജ്ജ് വുജൂബാണ് എന്നത് മറയാൻ സാധ്യത ഉള്ളവർക്കൊഴികെ, അറിയാൻ സാധ്യതയില്ലാത്ത ആളുണ്ട്. ഹജ്ജ് നിർബന്ധമായ സംഗതിയാണ് എന്ന് വ്യക്തമാകാത്ത ആളുകൾക്ക് എന്താവൂല, നിഷേധിച്ചാലേ കാഫിറല്ല. അതെങ്ങനെയാ? മിയങ്കാന ഖരീബായ മിൻ ഇസ്ലാമി, അടുത്ത് ഇസ്ലാമിലേക്ക് വന്നതാണ്, നിയമങ്ങളൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഉലമാവുമായിട്ട് ദൂരപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എങ്കിൽ അവന് ഈ മസ്അല അവ്യക്തമാകാൻ സാധ്യതയില്ലേ? അപ്പൊ ഓൻ കാഫിറാവോ? വകദൽ ഉംറതു, ഇതേ പ്രകാരം തന്നെയാണ് ഏത് ഉംറ. അതാ ഉംറ നമ്മൾ പറഞ്ഞത്. ഫർളാണോ സുന്നത്താണോ എന്ന ചർച്ച. വായിക്കേണ്ടത് എങ്ങനെയാണ്? ബിളമ്മിൻ ഫസുകൂൻ. വായിക്കേണ്ടത് ബിളമ്മിൻ ഫസുകൂൻ ഉംറ ഔ ലമ്മിൻ, അങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ എത്രണ്ണായി? രണ്ടെണ്ണായി. ബിളമ്മിൻ ഫസുകൂൻ അല്ലെങ്കിൽ ബിളമ്മിൻ വലമ്മിൻ. അടിയാ സ്റ്റോപ്പ്. ബിളമ്മിൻ ഫസുകൂൻ ഔ ലമ്മിൻ. എന്താണ്? ലമ്മ കൊണ്ട് വായിക്കണം, അതിന്റെ ശേഷം സുക്കൂൻ, അല്ലെങ്കിൽ ലമ്മ. അപ്പൊ എത്ര ലോകത്തായി? രണ്ട്. ഉംറ ഉംറ വബിഫത്ഹിൻ ഫസുകൂൻ. ഉംറ ഉംറ എന്നെല്ലാം പറയാൻ എന്താ കാരണം? ഈ പേരെങ്ങനെ കിട്ടിയത്? ജീവിതത്തിലേത് സമയത്തും ചെയ്യാൻ പറ്റിയതാണല്ലോ. ഇന്ന മാസമെന്നോ ഇന്ന ആഴ്ച എന്നോ കണക്കുണ്ടോ? അതുകൊണ്ടാണ് ഏത് പേര് കിട്ടിയത്? ആജീവനാന്തം ചെയ്യാൻ പറ്റിയ അമലായത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ലുഗത്തൻ സിയാറത്തു മക്കാനിൻ ആമിലിൻ, അറബി ഭാഷയിൽ എന്താണ് അർത്ഥം? സിയാറത്തു മക്കാനിൻ ആമിലിൻ, അലങ്കരിച്ചതായ സ്ഥലം സന്ദർശിക്കുക. സിയാറത്തു മക്കാനിൻ ആമിലിൻ, അലങ്കൃതമായ സ്ഥലം എന്താക്കുക? സന്ദർശിക്കുക. കാണാൻ പറ്റിയ ഒരു സ്ഥലം കാണാൻ പോവുക, അതാണെന്ത്? ഉംറ. മതപരമായിട്ടോ ഖസ്തുൽ കഅബത്തി ലിനുസുകില്ലാത്തി, മാനുസുകില്ലാത്തി എന്നുള്ള അർത്ഥവും വരും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തെ കരുതുക. എന്ത് ചെയ്യലോടുകൂടി? വരാനിരിക്കുന്ന അമലുകൾ ചെയ്യലോടുകൂടി കരുതിയിരുന്നാ പോരാ. ലിന്നുസുക്കില്ലാത്തേക്ക് മയന്റെ മയനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വെറും കരുതിയിരുന്നാൽ തന്നെ ഹജ്ജായി ഉംറയായി എന്ന് പറയേണ്ടി വരൂലേ? അതല്ല, ലിന്നുസുക്കില്ലാത്ത അർത്ഥം. വരാനിരിക്കുന്ന അമലുകൾ കൊണ്ടുവരിക, കഅബാലയത്തെ ലക്ഷ്യം വെക്കുക. ഇതെല്ലാം കൂടിയുള്ളതാണ് എന്ത്? ശറഈ ഉംറ. ഔ നഫ്സുൽ അഫ്ആലിൽ ആതിയ, അല്ലെങ്കിൽ ഈ താരീഫ് വേണ്ട. വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണെന്ത്? ഏറാൻ കെട്ടുക, പിന്നെ തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, ഇതന്നെയാണെന്ത്? ഉംറ. ഇതിന്റെ ഓരോ ഘടകങ്ങളും ഉംറയല്ല, ഇതെല്ലാം കൂടെ കൂടിയതാണ്. ഇഹ്റാം, തവാഫ്, സഈ, മുടി മുറിക്കൽ, ഇതെല്ലാം കൂടെ കൂടിയതാണെന്ത്? അവിടെ ഈ തരീഫിൽ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഹജ്ജിന്റെ തരീഫ് എന്താ പറഞ്ഞത്? ഖസ്തുൽ കഅബത്തിൽ നുസുക്കില്ലാത്തീൻ. ഉംറക്കും തന്നെ പറയുന്നത് ശറഈയായിട്ട്. അപ്പൊ രണ്ടും ഒരുപോലെ ആയില്ലേ?
അപ്പൊ ഹജ്ജ് തന്നെയാണോ ഉംറ? ഉംറ തന്നെയാണോ ഹജ്ജ്? ഒരുപോലെയാവൂല. എന്നത് ഇത്തിഹാദിനെ തടയും. എന്തുകൊണ്ട്? ഹജ്ജിന്റെ താരീഫിൽ പറയുന്ന അൽ ആത്തി ഉംറയിൽ പറയുന്ന അൽ ആത്തിയാണോ? അപ്പൊ എന്തായി? ഹജ്ജിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്താണോ, ഹജ്ജിൽ എന്താണോ ഉത്തരവാദപ്പെടുത്തിയത്, അത് അൽ ആത്തി എന്ന് പറഞ്ഞത് വേറെ തന്നെയാണ്. ഉംറയിൽ അൽ ആത്തി എന്ന് പറഞ്ഞത് അതും വേറെ. അപ്പൊ ഒരിക്കലും ഈ ഇത് കണ്ടിട്ട് ഹജ്ജ് തന്നെയാണോ ഉംറ തന്നെ ഹജ്ജ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വ്യത്യാസപ്പെട്ടു. ഏത് കൈതുകൊണ്ട്? അൽ ആത്തി എന്ന് പറഞ്ഞത് ഹജ്ജിലുള്ള അൽ ആത്തി, അത് വേറെയും ഇതിന്റെ കൂടെ വർദ്ധിക്കുന്നുണ്ട്. ഏറാം കെട്ടല്, പിന്നെ അറഫയിൽ നിൽക്കൽ വരുന്നുണ്ട്. അപ്പൊ അൽ ആത്തിന്റെ മിഖ്ദാർ മാറുന്നുണ്ട്. അപ്പൊ താരീഫ് വ്യത്യാസപ്പെട്ടില്ലേ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖൗലുകളിൽ നിന്ന് ഏറ്റവും പ്രബലം للخبر صحيح حجة النبيك واعتمر ابن حبان റിവായത്ത് ചെയ്തതായ ഹദീസ്, എന്റെ പിതാവ് ഹജ്ജ് നിർബന്ധമായതുകൊണ്ട് മരണപ്പെട്ടു, ഉംറ നിർബന്ധമായതുകൊണ്ട് മരണപ്പെട്ടു, ഇനി എന്താണ് നിർവാഹം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുജ്ജ അൻ അബീക വഅതമിർ, നിന്റെ പിതാവിനെ തൊട്ട് നീ ഹജ്ജ് ചെയ്യണം, ഉംറയും ചെയ്യണം കൽപ്പിച്ചില്ലേ? ആ മരണപ്പെട്ട പിതാവിന്റെ പേര് ഹജ്ജ് വീട്ടുകയും ഉംറ വീട്ടുകയും എന്തായി? ഇനി സുന്നത്തല്ല ഫർദാണെന്ന് കിട്ടും. ഫർദ് ഇത് ഇനി വരാനിരിക്കുന്നത്. عائشة رضي الله تعالى عنها وصح عن عائشة رضي الله تعالى عنها നമ്മൾ ഫർദ് ഐനാണ് എന്നുള്ളതിനാണ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നത്. താഴെ പറയുന്ന ഹദീസ് കൊണ്ട് ഫർദ് ഐനാണ് എന്നുള്ള ഒരു മോഡൽ കിട്ടുന്നില്ല. സുന്നത്തല്ല ഫർദ് തന്നെയെന്ന് കിട്ടും, എന്നാലും മതി. ആദ്യത്തെ ഹദീസ് കൊണ്ട് ഫർദ് ഐൻ തന്നെയാണെന്ന് സ്ഥിരപ്പെട്ടു. അടുത്ത തെളിവ് ജനറലാണ്, ഫർദ് കിഫായയോടാണ് ഉപമിച്ചത്. ആ ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഉംറ ഫർദ് കിഫായ ആണ് എന്നല്ല. താഴെ ഇനി വരാനിരിക്കുന്ന ഹദീസ് ഉംറ സുന്നത്തല്ല ഫർദ് തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ളത്. ഫർദ് ഐനോ ഫർദ് കിഫായോ എന്നുള്ള ആ ചർച്ചയിലേക്കല്ല എത്തുന്നത്. അടുത്ത ഹദീസ് وصح عن عائشة رضي الله عنها هل على النساء جهاد, സ്ത്രീകളുടെ മേലെ യുദ്ധം ഉണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഖാല ജിഹാദുൻ ലാ ഖിതാല ഫീഹി, പോരാട്ടമില്ലാത്ത ജിഹാദാണ് അവർക്കുള്ളത്. അൽ ഹജ്ജു വൽ ഉംറത്തു, അതേതാ പോരാട്ടമില്ലാത്ത യുദ്ധം? ഹജ്ജും ഉംറയും. ഇബ്നു ഖുസൈമ ഇബ്നു മാജ റിവായത്ത് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് നിർബന്ധം കിട്ടി. പക്ഷേ ഖിതാല് എന്നതിനോട് ഉപമപ്പെടുത്തിയത് കൊണ്ട് അത് ഫർദ് ഐനാണെന്ന് വ്യക്തമായി കിട്ടുന്നില്ല. കാരണം ഖിതാല് ഫർദ് ഐനല്ലല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് സാറില്ല. എന്നാൽ തിർമിദി റിവായത്ത് ചെയ്ത ഹദീസ് കൊണ്ടാണ് രണ്ടാം കൗലുകാരൻ സമർത്ഥിക്കുന്നത്. അതിന് ഉത്തരം നമ്മൾ പറയാൻ വേണം. തിർമിദിന്റെ ഹദീസ് വഖബറു തുർമുദിയ്യീൻ അല്ലെങ്കിൽ തിർമിദിയ്യി ബിഅദമി വുജൂബിഹാ വഹസനഹു ഇത്തഫഖൽ ഹുഫാദ് അലാ ളഅഫിഹി.
മുബ്തദ വഖബർ തിർമിദി തിർമിദിന്റെ ഹദീസ് ബിഅദമി വുജൂബിഹാ തിർമിദിയിലുണ്ട് ഹദീസ് എന്ത് വുജൂബില്ല വഹസനഹു ആ ഹദീസിനെ തിർമിദി ഇമാം ഹസനാക്കുകയും ചെയ്തു ആ ഹദീസ് ഇത്തഫഖൽ ഹുഫാളു ഹാഫിളിന്റെ മുഹഫ്ഫാദ് ഹദീസിന്റെ ഹാഫിളീങ്ങളായ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാണ് അലാ ലൈഫിഹി ആ ഹദീസ് ബലഹീനമാണ് എന്നതിന്റെ ആ ഹദീസ് ബലഹീനമാണ്, ലക്ഷ്യത്തിന് കൊള്ളൂല. തിർമിദിയിലുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു സുഇലാനിൽ ഉംറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു ഉംറയെ പറ്റി. അവാജിബത്തുൻ ഹിയ ഉംറ നിർബന്ധമാണോ? ഖാല ലാ എന്തല്ല നിർബന്ധമല്ല. പല റിവായത്തുകളുണ്ട്. ജമാഅത്തിക്ക് ആക്കാണ്ട് എല്ലാം റിവായത്തുണ്ട്. ഈ രൂപത്തിലാണ് മേലിൽ കൊടുത്തത്. സുയില അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു സുയില സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഉംറത്തി വവാജിബത്തുൻ ഹിയ ഖാല ലാ വഇൻ തഅതമിർ ഫഹുവ അഫ്ളൽ വഇൻ തഅതമിർ ഫഹുവ അഫ്ളൽ നീ ഉംറ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. അവിടെ തന്നെ റിവായത്ത് വഅൻ തഅതമിറ ഫഹുവ അഫ്ളൽ നീ ഉംറ ചെയ്യൽ ഏറെ ശ്രേഷ്ഠമാണ്. വഇൻ തഅതമിർ നീ ഉംറ ചെയ്യുകയാണെങ്കിൽ ഫഹുവ അഫ്ളൽ ഇവിടെ എന്താ കിട്ടുന്നത്? സുന്നത്തേ ഉള്ളൂ. അതോ ആ ഹദീസ് ദഈഫാണ് എന്ന് ഉണ്ടായിട്ടുണ്ട്. തിർമിദിയിലുള്ളതാണത്. ബൈഹഖി ഇമാമ് പ്രത്യേകം, അതുപോലെ നവവി ഇമാമ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിർമിദിയുടെ ഈ വാക്ക് കൊണ്ട് നീ വഞ്ചിക്കപ്പെടേണ്ട. കാരണം ഹാഫിളീങ്ങളായ മുഴുവൻ ഹദീസ് പണ്ഡിതന്മാർക്കും ഇത് ദഈഫാണ് എന്ന് ശക്തിയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പാടണ്ട. പിന്നെ അലാ ലൈഫിഹി എന്തിനാ പറയും? ബലഹീനത രണ്ടും സഹീഹ് തന്നെ. ഖുർആൻ ഉപയോഗിച്ചത് ലൈഫ് എന്നാണ്. ബലഹീനത അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ലൈഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا സൂറത്ത് റൂം 54. ഒരായത്തിൽ തന്നെ 3 പ്രാവശ്യം ലൈഫ് ബലഹീനത. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ലൈഫ് അല്ലാഹു തആല ഒരുത്തനാണ് നിങ്ങളെ പടച്ചു ബലഹീനതയിൽ നിന്ന്. ثم جعل من بعد ضعف قوة ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയെ ആക്കി. ശക്തിക്ക് ശേഷം ലൈഫിനെയും നരയെയും ആക്കി. സൂറത്തുൽ റൂം 54. അല്ലാഹു ഖഫഫല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ലൈഫാ. സൂറത്തുൽ അൻഫാൽ 66. അല്ലാഹു ഖഫഫല്ലാഹു അൻകും ഇപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് ലളിതമാക്കി തന്നു. വഅലിമ അന്ന ഫീകും ലഅഫൻ നിങ്ങൾക്ക് ബലഹീനത ഉണ്ട് എന്ന് അല്ലാഹു അറിഞ്ഞു. രണ്ടു അറബിയിൽ സ്വഹീഹ് തന്നെ. ഖുർആൻ ഉപയോഗിച്ച ശൈലി ബലഹീനത എന്ന അർത്ഥത്തിൽ 4 പ്രാവശ്യം ഉപയോഗിച്ചു. ഇത്തഫഖൽ ഹുഫാദു അലാ ലഅഫിഹി. അടുത്ത ചോദ്യം, വലിയ അശുദ്ധി ഉയർത്തുമ്പോൾ ചെറിയ അശുദ്ധി നീങ്ങിപ്പോന്നില്ലേ? കുളി കൊണ്ട് ഉദുവിനെ തൊട്ട് ഒഴിവായി കിട്ടും. കുളിച്ചാൽ വലിയ അശുദ്ധി ഉയർത്തുമ്പോൾ കുളിക്കുന്നുണ്ട്.
കുളിക്കുമ്പോ ഏത് നീങ്ങി കിട്ടി? ചെറിയ അശുദ്ധി നീങ്ങി കിട്ടി. നീങ്ങണ്ട എന്ന് പറഞ്ഞാൽ പോലും നീങ്ങുന്നുണ്ട്. അപ്പൊ ഹജ്ജ് പോലെ ഉംറയെ തൊട്ട് വലിയത് കൊണ്ട് ചെറിയത് സാഖിത്താവൂലേ? വലാ യുഗ്നി അൻഹാ അൽ ഹജ്ജ്, വലാ യുഗ്നി അൻഹാ അൽ ഹജ്ജ്. ഈ ചോദ്യം തന്നെ എങ്ങനെയാ വരുന്നു? ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ചെറുതിലുള്ളതെല്ലാം വലുതിലുണ്ട്. അത് നോക്കിയിട്ടായി ചോദ്യം വരുന്നത്. ഒന്നുവും കുളിയും പോലെ ഒന്നുവിൽ എന്തെല്ലാം നേടുന്നുവോ അതൊക്കെ ഇവിടെ ഉണ്ട്. സിയാറത്തുണ്ട്. ഈ ചോദ്യം വന്നത് എന്ന് പറഞ്ഞാല് അർക്കാനുൽ ഉംറത്തി, ഉംറന്റെ ഘടകങ്ങൾ അത് തന്നെയാണ് ഈ അർക്കാനുൽ ഹജ്ജ്. ഏതൊഴികെ? അറഫയിൽ നിൽക്കലൊഴികെ. അപ്പോ ഉംറയിലുള്ളതും ഉംറയിൽ ഇല്ലാത്തതും അടങ്ങിയിട്ടുണ്ട് കേടെ ഹജ്ജിൽ. അപ്പൊ ആ കണക്കിന് ഹജ്ജ് കൊണ്ട് തന്നെ ഏത് നീ കിട്ടണം? ഉംറ. പിന്നെ വേറെ വേറെ ഹജ്ജ് വേറെ അമലാന്ന് പോലും, ഉംറ വേറെ അമലാന്ന് പോലും, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഹജ്ജിനുള്ള ഫർളുകൾ ഉംറക്കുള്ള ഫർളുകളും വെച്ച് നോക്കിയാൽ ഉംറന്റെ ഫർളുകൾ മുഴുവനും എന്തിന്റെയും ഫർളുകളാണ്? അർക്കാനുകളാണ്. അതേ സമയത്ത് ഉംറക്ക് ഇല്ലാത്ത ഒരു ഫർള്, ഒരു റുക്കിനും കൂടി അടങ്ങിയുണ്ട്. അപ്പൊ ഏതുപോലെ തന്നെ ആയി ഉംറയും ഹജ്ജും നോക്കിയാണെങ്കിൽ വുളൂവും കുളിയും പോലെയായില്ലേ? കുളി കൊണ്ട് വുളൂ ഒഴിവായി കിട്ടുന്നില്ലേ? എന്നാൽ ഇവിടെയും കിട്ടണ്ടേ? ഉംറയെ തൊട്ട് ഒഴിവായി കിട്ടുകയില്ല. ഉംറയെ തൊട്ട് ഒഴിവാക്കി കൊടുക്കുകയില്ല. ഹജ്ജ് ഹജ്ജായിട്ട് തന്നെ ചെയ്യണം, ഉംറ ചെയ്യണം. രണ്ടും വ്യത്യസ്തങ്ങളായ അമലുകളാണ്. ഒന്ന് വലിയതും ഒന്ന് ചെറുതുമല്ലേ? അതുകൊണ്ട് വലുത് കൊണ്ട് ചെറുത് ഒഴിവായി കിട്ടൂലേ എന്ന് പറയാൻ പറ്റില്ല. ഹജ്ജ് ഉംറയിൽ നിന്നുള്ള എല്ലാ ഓരോന്നും അസ്ലുൻ അടിസ്ഥാനപരമാണ്. ഉസിത മിൻഹു ആ എല്ലാ ഓരോന്നിൽ നിന്നും കരുതപ്പെടുന്നു. മറ്റേതിൽ നിന്ന് കരുതപ്പെടാത്തത്. ഇതുപോലെയല്ല ഇവിടെ കുളിയിലും ഇല്ല. പല സ്ഥലത്തും നനയുന്നുണ്ട്. ആ നനഞ്ഞ അതേ സ്ഥലം തന്നെയാണ് ഇവിടെ നനയുന്നത്. ഉദുവിന്റെ അടുത്ത് നനയുന്ന ആ സ്ഥലങ്ങൾ മുഴുവനും അതേ രൂപത്തിൽ നനയലേടുണ്ട്. അതിന്റെ പുറമെ കുറെ സ്ഥലങ്ങൾ നനഞ്ഞു കിട്ടലുമുണ്ട്. അതുപോലെയുള്ള അമലെല്ലാം ഏത് ഓരോന്നിനും പ്രത്യേകമായ നിയമാവലിയും പ്രത്യേകമായ പദ്ധതിയുമുണ്ട്. ഹജ്ജിൽ പറഞ്ഞതല്ല ഇവിടെ പറഞ്ഞത്, പല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഹജ്ജ് വേറെ തന്നെയാണ്, ഉംറ വേറെ തന്നെയാണ്. ഹജ്ജിന് പകരം ഉംറക്ക് പകരം ഹജ്ജ് ചെയ്താൽ മതിയാവോ? ഉംറയായിട്ടുണ്ട്. അല്ല തറ നീ കാണുന്നില്ലേ? അന്നലഹ ഉംറക്ക് ഉണ്ടല്ലോ മീഖാത്തുകളുണ്ട്. ഹജ്ജിന്റെ മീഖാത്തുകളല്ലാത്ത മീഖാത്തുകൾ ഏതിനുണ്ട്? അപ്പം തന്നെ അവിടെ തന്നെ പോയില്ലേ? വ്യവസ്ഥ വ്യത്യാസമാണ്. ഹജ്ജിന്റെ സമനല്ലാത്ത സമയം ഏതിനുണ്ട്? ഹജ്ജിന്റെ പ്രത്യേകമായ സമയങ്ങളല്ലേ പറ്റുള്ളൂ. എപ്പോഴും ഒന്നും പറ്റൂല. ഹജ്ജ് പറ്റോ? അതെ, ഹജ്ജ് ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ 10 ഇതല്ലേ ഹജ്ജിന്റെ ഏറാൻ കിട്ടുന്ന സമയം. ദുൽഹിജ്ജ 10ന്റെ പ്രഭാതം വരെ അല്ലേ ഇത്രല്ലേ കിട്ടുന്നുള്ളൂ. 10 രാത്രികൾ, 10ന്റെ പകല് വിടുന്നില്ല അല്ലേ? അതേ സമയത്ത് ആ കണക്കല്ലല്ലോ ഇവിടെ ഉംറക്ക് അങ്ങനെ ഉണ്ടാ.
അപ്പോ വ്യത്യാസമായി. ഹജ്ജ് വേറെ, ഉംറ വേറെ. വഹീനൈദിൻ അങ്ങനെയാകുമ്പോൾ ഫലാ യുഷ്കിലു സംശയമാവുകയില്ല. കുടി മതിയാകുന്നല്ലോ എന്തിനെ തൊട്ട്? അവിടെ ഉദൂയിൽ നിന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാ ഉള്ളത്. ഏതൊന്നുകൊണ്ടാണോ വുളൂ കരുതപ്പെട്ടത് അത് എന്നർത്ഥം. അങ്ങനെ നുസ്ഖയുണ്ട്. മൗജൂദുൻ ഫിൽ ഗുസ്ലി. എന്താ കാരണം? വുളൂവിന്റെ അസ്ലി നിയമം നോക്കിയെന്നെങ്കിൽ അവൻ അശുദ്ധിക്കാരനല്ലേ. അപ്പൊ ശരീരം മുഴുവനും നനയലായിരുന്നു അശുദ്ധി എന്ന നിലക്ക് വേണ്ടത്. പിന്നെ 4 അവയവങ്ങളിലേക്ക് എന്താക്കി? അത് ചുരുക്കിക്കൊടുത്തതാണ്. മുഖം, കൈ, തല, കാല്. ശരീരം നനഞ്ഞു കിട്ടലല്ലേ വുളൂ കൊണ്ട് മുറാദ്. അത് കുറച്ചും കൂടി അവയവങ്ങൾ ചുരുക്കിക്കൊടുക്കും. മുഖത്തേക്കും 2 കൈയിലേക്കും തലയിലേക്കും കാലിലേക്കും പരിമിതപ്പെടുത്തി. ഈ വുളൂവിൽ പറഞ്ഞ പരിപൂർണമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എത്രയോ അതിന്റെ ഇരട്ടി ഭാഗങ്ങൾ വേറെയും കഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തായത്? ഇനി ഹജ്ജ് ഉംറ വുജൂബാണോ? വുജൂബാണെങ്കിൽ എങ്ങനെയാണ് വുജൂബ് എന്നതിനെ പറ്റിയാണ്. അടുത്ത ശർത്ത് വലാ യജിബാനി ബിഅസ്ലി ശർഇ ഫിൽ ഉംരി ഇല്ലാ മറ. വലാ യജിബാനി ബിഅസ്ലി ശർഇ, ശർഇന്റെ അടിസ്ഥാനം കൊണ്ട് ഹജ്ജും ഉംറയും നിർബന്ധം ആവുകയില്ല. ഫിൽ ഉംരി ജീവിതത്തിൽ ഇല്ലാ മറ, ഇല്ലാ മറ. അസ്ലി ശർഇ എന്താ പറഞ്ഞത്? നേർച്ചയാക്കിയാൽ വുജൂബ് വേറെ വരൂലേ? അതേ സമയത്ത് ഒരു ഹജ്ജിന് പോയി അത് എന്താക്കി ഫസാദാക്കിയ ഖളാ കിട്ടും. ഇനിയും വുജൂബ് വരൂലേ? മരിച്ച ആളെ തൊട്ട് നമ്മൾ ഹജ്ജിന് പോകാനേറ്റ് വുജൂബായില്ലേ? അതെല്ലാം എക്സ്ട്രാ വുജൂബ് വരുന്നതാണ്. ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇസ്ലാമിന്റെ ഉംറ, അസ്ലിയായ ഉംറ, ഹജ്ജത്തുൽ ഇസ്ലാം അതൊന്ന്. അതുപോലെ ഹജ്ജത്തുൽ ഉംറ അത്രയേ ഉള്ളൂ. ഉംറത്തുൽ ഇസ്ലാം, ഉംറത്തുൽ ഇസ്ലാം. വലാ യജിബാനി, അത് രണ്ടും നിർബന്ധമാവുകയില്ല. അസ്ലി കൂട്ടാനുള്ള കാരണം മനസ്സിലായില്ലേ? പുറമേ അസ്ബാബ് ഉണ്ടെങ്കിൽ വുജൂബ് വരും. ശരാശരി ഓരോ മുസ്ലിമിനെയും അല്ലാഹു തആല ഉത്തരവാദപ്പെടുത്തിയ ആ ഹജ്ജ് ഒന്നേ ഉള്ളൂ, ഉംറയും ഒന്നേ ഉള്ളൂ. ആവത് വന്നാൽ ഉടനെ ചെയ്യണോ? വൈകിപ്പിക്കാൻ പറ്റോ? വൈകിപ്പിച്ചാൽ കുറ്റക്കാരനാവോ? വൈകിപ്പിച്ച് ചെയ്യാതെ മരിച്ചാൽ എന്ത് വേണം? ഇത്യാദി കാര്യങ്ങളാണ് പറയും. വഹുമാ അല തറാഖി, ഹജ്ജും ഉംറയും തറാഖിയുടെ മേലെയാണ്. ആക്കം പോലെ ചെയ്താൽ മതി. ആവതായ അതേ കൊല്ലം തന്നെ പോകണം, ആവതായ ഉടനെ തന്നെ ഉംറക്ക് പോകണം എന്നൊരു നിയമമുണ്ട? ഇല്ല. എങ്ങനെയും ചെയ്തു തീർക്കാൻ തീരുമാനിച്ചാൽ മതി. തറാഖിയാണ് എന്ന് ഷാഫി മദ്ഹബ് തീർത്ത് പറയുന്നുണ്ട്. ഷാഫി മദ്ഹബ് ഉടനെ ചെയ്യൽ വുജൂബുള്ളതല്ല, വൈകിട്ടും മതി. പിന്നെ ഹനഫി മദ്ഹബിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹസൻ ശൈബാനി റളിയല്ലാഹു അൻഹു തറാഖി മതി എന്ന വാദത്തിലാണ് ഷാഫി മദ്ഹബിനോട് അനുകൂലിച്ചിട്ട്.
ഹനഫി മദ്ഹബിന്റെ പ്രമുഖർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഇബ്നുൽ ഹസൻ ശൈബാനി റളിയല്ലാഹു അൻഹു. മൂന്നല്ലേ? ഹനഫി മദ്ഹബിൽ നിന്നുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ മുഹമ്മദ് ഇബ്നുൽ ഹസൻ ശൈബാനി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയത് ഹജ്ജ് തറാഖിന്റെ മേലെയാണ്, വൈകിട്ട് മതി, ശാഫി മദ്ഹബിനോട് ഒത്തുകൊണ്ട്. അതേ സമയത്ത് വളരെ പെട്ടെന്നായിരിക്കണമെന്ന വാദം മാലിക്കി മദ്ഹബ്. ഹജ്ജിന് സാധിച്ച പിന്നെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതേ കൊല്ലം തന്നെ പോകണം, ഇല്ലെങ്കിൽ യോൻ കുറ്റക്കാരനായി. വീട്ടിലേതായ കിട്ടണം, പോകാൻ വൈകിട്ടുണ്ടെങ്കിൽ ലോൻ ഭാവിയായി മാറി എന്നാ പറയും. എപ്പോഴാണോ അവത് വന്നത് അതേ കൊല്ലം തോറം തന്നെ വേണം. ഹനഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് ഇമാമല്ല സമർത്ഥിച്ചത്, ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചിട്ടുണ്ട്. എന്ത്? ഫൗരിയത്ത് വേണം, പെട്ടെന്നായിരിക്കണം. ഹംബലി മദ്ഹബ് പിന്നെ തീർത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെയാണ്. പിന്നെ ശാഫി മദ്ഹബിൽ നിന്ന് തന്നെ ഇമാം മുസനി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയത്. മുസനി എന്താണ്? അപ്പോ ചാൻസ് കിട്ടിയിട്ട് ഈ കൊല്ലം പാഴാക്കി എന്നാൽ കുറ്റക്കാരനായി. വീട്ടിലേതായാലും കിട്ടണം. കുറ്റം തുടങ്ങിയിരിക്കുന്നു ലോകാശക്കാണ്, സന്ദർഭം കിട്ടിയിട്ട് പാഴാക്കിയില്ലേ? ശാഫി മദ്ഹബ് എങ്ങനെ ഉണ്ടോ? ഇല്ല. ബഹുമാ അലത്തറാഖി. പക്ഷേ എന്തെല്ലാം കണ്ടീഷൻ ഉണ്ട്, എല്ലാം ചെയ്താൽ മതി എന്നതിന് ബിശർത്തിൽ അസ്മി അലൽ ഫീദി ബഅദു. എന്താ? യജിബു അലൈഹിൽ അസ്മു, ചെയ്തു തീർക്കും എന്ന് കരുതി ഉറപ്പിക്കണം. ബഅദ ദുഖൂലി വഖ്തിൽ ഹജ്ജ്, ഹജ്ജിന്റെ സമയം കടന്ന ശേഷം. ഫി അവ്വലി സിനീൽ യസാർ, എപ്പോഴാണോ ഹജ്ജ് ചെയ്യാനുള്ള പ്രാപ്തി വന്നത് ആ കൊല്ലത്തിന്റെ തുടക്കത്തിൽ അവ കരുതി ദൃഢനിശ്ചയം ചെയ്യണം. എന്ത്? തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? ഹജ്ജ് ചെയ്യും. രണ്ടാമത്തത് ഹജ്ജ് ഉംറ എന്താവരുത്? ഇടുങ്ങിപ്പോകാൻ പാടില്ല അവന്റെ മേലെ. ഇടുങ്ങിയാ പിന്നെ ഇനി ഫൗർ തന്നെ വേണം, തറാക്കി പറ്റൂല. ഇടുങ്ങിൽ എങ്ങനെ നേർച്ച കൊടുക്കും? ഇതേ കൊല്ലം ഞാൻ ഹജ്ജിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക കൊല്ലം നിർണയിച്ചിട്ട് ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്തെ തൊട്ട് പിന്തിക്കാൻ പറ്റുമോ? അതാണ് അത്. അല്ലെങ്കിലോ ഉടഞ്ഞാടിപ്പോകും എന്ന് ഭയപ്പെടലുകൊണ്ട്. അതെല്ലാം യതവയ്യക്കാന്റെ മാർഗങ്ങളാണ്. ഇടുങ്ങുന്ന കൈഫിയത്ത് എങ്ങനെ ഒന്ന് വിനതിരിഞ്ഞു. എന്താണ്? പിന്നെയോ അളുവിനെ ഭയപ്പെടുക. അളുവിനെ ഭയപ്പെടൽ കൊണ്ട് മുടങ്ങിപ്പോകരുത്. അതായത് ഇപ്പോൾ ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ ഭാവിയിൽ പോകാൻ കഴിയില്ല, ക്ഷീണിതനായി അപച്ചനായി കിടപ്പിലായി പോകും എന്ന് ഭയപ്പെട്ടാലോ ഒരു നിർബന്ധമില്ലേ? ഇതെങ്ങനെയാണ് ഇത് ഭയപ്പെടൽ എങ്ങനെയാണ്? അത് ഡോക്ടർമാരുടെ വാക്ക്. വലാബുദ്ദമിനിസിനേനി, നീതിമാന്മാരായ 2 ഡോക്ടർമാർ പറയല്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹജ്ജ് ഉംറ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഹജ്ജ് ഉംറ ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന് അനുഭവം കൊണ്ട് എന്തായി? ശരീരം തളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് പേടിച്ചാല് കോരിയത്ത് വേണം. ആരെങ്കിലും നിന്റെ പേരിൽ വിട്ടാനാക്കണ്ടാവില്ല മരിച്ച ശേഷം. ഇപ്പം തന്നെ അയാളോടെ പോ. അല്ലെങ്കിൽ ഏതിനെ പേടിക്കലുമുണ്ട്? സമ്പത്ത് നശിക്കൽ. അത് ബിനദിരിൻ ഔ ഖൗഫി അദ്വിൻ ഔ തലഫി മാലിൻ. അതെല്ലാം യതവയ്യക്കാന്റെ മാർഗങ്ങളാണ്. ഇടുങ്ങരുത് എങ്ങനെ കൊണ്ട് ഇടുങ്ങുന്ന കൈഫിയത്ത്, അല്ലെങ്കിൽ ഖൗഫുൽ അദ്വ് കൊണ്ട്, ഖൗഫു തലഫിൽ മാലി കൊണ്ട്. തലഫ് മാലല്ല, ഖൗഫു തലഫിൽ മാലി. ബിഖരീനത്തിൻ, ആ ഖൗഫ് എങ്ങനെ? അടയാളം കൊണ്ട്. ആ അടയാളം വലുതായിപ്പത്തൻ, ചെറിയ അടയാളമായാലും ശരി, വലിയ ഒരടയാളമൊന്നുമില്ല,
പെട്ടെന്ന് ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ പൈസ അങ്ങ് തീർന്നു പോകും, പിന്നീട് ഹജ്ജ് ചെയ്യാൻ കഴിയാതായി പോകും എന്ന് പേടി. അല്ലെങ്കിൽ പെട്ടെന്ന് ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ടില്ലെങ്കിൽ കിടപ്പിലായി പോകും എന്ന് കരീനത്ത് കൊണ്ട്. ആ കരീനത്ത് ചെറുമാതിരി കരീനത്തായാലും പോലെ എന്നാണ് നീട്ടി. അല്ലാതിലേക്കല്ല, നിങ്ങൾ ഇടുങ്ങാതിരിക്കണം എന്ന് പറഞ്ഞിടത്ത് ഒന്നിന് എതിർ പറഞ്ഞില്ലേ? അതിന്റെ പുറമെ ഖൗഫി അദബ്, ഖൗഫി തലഫിൽമാരും പറഞ്ഞില്ലേ? അതെങ്ങനെ കിട്ടിയത്? ഖൗഫ് എന്നതിനെ അറിയിക്കുന്നുണ്ട് ഖൗലുഹു ലാ യജൂസു തഖീറുൽ മുവസ്സഇ ഇല്ലാ ഇൻ ഗലബ. ലാ യജൂസു തഖീറുൽ മുവസ്സഇ ഇല്ലാ ഇൻ ഗലബ അലാ ദന്നി തമക്കുനുഹു മിൻഹു എന്ന വാക്കുകൊണ്ട് ഇല്ലാ ഇൻ ഗലബ മികച്ചാലൊഴികെ അലാ ദന്നി ഭാവനയിൽ തമക്കുനുഹു ഹജ്ജ് സൗകര്യമാകുമെന്ന്, തമക്കുനുഹു അവന് തമക്കുനാകുമെന്ന്, ഇൻഹു ഏതിന് ഹജ്ജിന് അല്ലേ എന്ന് മികച്ചാലൊഴികെ എന്നല്ലേ പറഞ്ഞു. ഇല്ലാ ഇൻ ഗലബ ലാ യജൂസു തഖീറുൽ മുവസ്സഇ. സമയം വിശാലമാക്കപ്പെട്ട അമലി പിന്തിക്കൽ ജായിസല്ല. ഇല്ലാ ഇൻ ഗലബ ഇല്ലാ ഇൻ ഗലബ തമക്കുനുഹു എന്ന് പറഞ്ഞോ? എവിടെയാണ് മിൻഹു എന്ന് പറഞ്ഞത്? ഏതാണ് മിൻഹു എന്ന് പറഞ്ഞത്? അവൻ അല്ലേ? തമക്കുനുഹു കണ്ടോ? അപ്പൊ സമയം വിശാലമാക്കപ്പെട്ട അമലിനെ പിന്തിക്കൽ ജായിസല്ല. ഇല്ലാ ഇൻ ഗലബ അലാ ദന്നി ഭാവനയിൽ മികച്ചാലൊഴികെ തമക്കുനുഹു ആ മുവസ്സഇനെ ചെയ്യാൻ സൗകര്യപ്പെടുമെന്ന് മിൻഹു അവന് അല്ലേ? എന്താ പിന്തിക്കാൻ? അപ്പൊ എന്താണ്? ഖൗഫ് തലഫൽമാലുണ്ടെങ്കിൽ നമുക്കിന്നെ പ്രതീക്ഷിക്കോ? നമുക്കിന് കാര്യമാവോ? അപ്പൊ എന്ത് കിട്ടി? സമയം കുറിച്ചാവുന്നതിൽപ്പെട്ടതാണ് ഏത്? അപ്പൊ പിന്തിക്കാൻ പറ്റാത്ത കൈഫിയത്തായി. കിടപ്പിലാകലിനെ പേടിക്കലും അതിൽ നിന്നാ കിട്ടിയത്, മറ്റേതല്ല. മിനതിൽ എന്ന് പറഞ്ഞതിലേക്കല്ല. എന്താണ്? ഔ ബികൗനിഹിമാ ഖദാഅൻ അമ്മാ അഫ്സദഹു. എന്താണ്? അംകന മക്കന വന്നിട്ട് മിൻഹു എന്നാൽ ഏത് ദമീർ ഇതിലേക്ക് മടക്കി? അംകനഹു മിൻഹു അറബിയുടെ നിയമമനുസരിച്ച് തന്നെ അവന് സൗകര്യപ്പെട്ടു മിൻഹു. അങ്ങനെയല്ലേ അർത്ഥം വെക്കണ്ടി? അങ്ങനെയല്ലേ? അംകനഹു അവന് സൗകര്യപ്പെട്ടു മിൻഹു ഏതിന്? വാനുവത്തിൽ തന്നെയല്ലേ അർത്ഥം പറയണ്ടേ? എങ്ങനെ വരും? ഇല്ലാ ഇൻ ഗലബ അലാ ദന്നി ഭാവനന്റെ മേലെ ഗാലിബായാലൊഴികെ തമക്കുനുഹു അവന് സൗകര്യപ്പെടുമെന്ന് മിൻഹു മുവസ്സഇനെ ചെയ്യാൻ. ഇങ്ങനെ ഔ ബികൗനിഹിമാ ഖദാഅൻ അമ്മാ അഫ്സദഹു. അടുത്ത വാക്കി ഇടുങ്ങാൻ പാടില്ല എന്ന് നേർച്ച കൊണ്ട്, അല്ലെങ്കിൽ അതിനെ പേടിക്കൽ കൊണ്ട്, തലഫുൽ മാലിനെ പേടിക്കൽ കൊണ്ട്, അല്ലെങ്കിൽ ഇടുങ്ങാൻ പാടില്ല ബികൗനിഹിമാ ഖദാഅൻ അമ്മാ അഫ്സദഹു. എന്താണ്? ആവല് കൊണ്ട്, ഖദാ കിട്ടുന്നത് ആവല് കൊണ്ട്, ഫസാദാക്കിയതായ ഒന്നിനെ തൊട്ട്.
ഹജ്ജ് ഉംറ തുടങ്ങിയിട്ട് നശിപ്പിച്ചതാണ്, ഖലാഅല്ല ഫസദാക്കിയതാണ്. എന്നാലും കണ്ട അവിടെയും പോറ് വരും. ഇടുങ്ങിയില്ലേ, സമയം ഇടുങ്ങി. പിന്തിപ്പിച്ചാൽ അങ്ങനെ അവൻ മരിച്ചു പോയാൽ തബയ്യന ഫിസ്ഖുഹു, അവന്റെ തെമ്മാടിത്തരം ബോധ്യപ്പെട്ടു. മിൻ ആഖിരി സിനിൽ ഇൻകാനി, ഇടം മുതൽക്ക് അവൻ തെമ്മാടിയാണ് എന്ന കാര്യം നമ്മൾക്കിപ്പം ബോധ്യപ്പെട്ടു. എപ്പം മുതൽക്ക് തെമ്മാടിയാണ്? ഹജ്ജിന് സൗകര്യപ്പെട്ട കൊല്ലത്തിൽ നിന്ന് അവസാനം മുതൽക്ക് അവൻ എന്താണ്? ഏടം വരെ തെമ്മാടിയാണ്. ഇലൽ മൗത്തി, അപ്പോ അവന്റെ തെമ്മാടിത്തരം നിൽക്കുന്നുണ്ട്. ഏടുന്നേടം വരെ? ഇൻകാനി മുതൽ ഷാഫി മദ്ഹബിലാ പറഞ്ഞ. മറ്റുള്ള ഹജ്ജ് ഫൗറാണ് എന്ന് പറഞ്ഞ മദ്ഹബനുസരിച്ച് പിന്തിച്ചാൽ അവിടെ മുതൽക്ക് തന്നെ എന്തായി? മൗത്ത് വരെയും തെമ്മാടിയായി. പിന്നെ സാക്ഷിക്ക് പറ്റൂല, തന്റെ മകളെ കെട്ടിക്കാൻ പറ്റൂല, അതെല്ലാം വരുമല്ലോ. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് ഉംറ വൈകിപ്പിക്കും, പക്ഷേ അത് ജീവിതത്തിൽ തന്നെ ചെയ്തു തീർക്കുമെന്നുള്ള ഒരു തീരുമാനവും വേണം. അത് ചെയ്തു തീർക്കാൻ അവസരം കിട്ടണ്ടേ? പാഴായി പോയതെങ്കിൽ പോയത് തന്നെയല്ലേ. ഷാഫി മദ്ഹബിൽ പറഞ്ഞില്ലേ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, പക്ഷേ അത് ജീവിതകാലത്ത് തന്നെ രക്ഷപ്പെട്ടാലാണ് വൈകിച്ചതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. അവസരം കിട്ടി വൈകിപ്പിച്ച് പിന്നെ ചെയ്യാൻ കഴിയാണ്ടായിപ്പോയി, ഇന്ന് ഉത്തരവാദിയാവൂലേ? അവൻ തമ്മാടിയായി, അവനെ ചിത്രീകരിക്കപ്പെടും. എപ്പം മുതൽ തമ്മാടി? മിൻ ഇംകാനി അല്ല, മിൻ ആഖിരി സിനിൽ ഇംകാനി, സൗകര്യപ്പെട്ട കൊല്ലങ്ങളിൽ നിന്ന് ഏറ്റവും അവസാനത്തെ കൊല്ലം മുതൽക്ക് ഇടം വരെ, ഇലൽ മൗത്തി, മരണം വരെ. പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല. മിൻ വഖത്തിൻ ലൗ ദഹബ ഫീഹി ലിൽ ഹജ്ജ് ലം യുദ്രികുഹു, അതാണ് അതിന്റെ കറക്റ്റായ കണക്ക്. മനായി എന്ന കിതാബിൽ പ്രത്യേകം സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പോരാ, അവസാന കൊല്ലം മുതൽക്ക് അവൻ തമ്മാടിയായി. അങ്ങനെയല്ലല്ലോ, അവസാനത്തെ കൊല്ലത്തിൽ നിന്ന് മിൻ വഖത്തിൻ ലൗ ദഹബ ഫീഹി ലിൽ ഹജ്ജ്, ആ സമയത്ത് അവൻ ഹജ്ജിന് പോയിരുന്നുവെങ്കിൽ ലൗ യുദ്രികുഹു, എന്തിനെ കിട്ടൂല? ഹജ്ജിനെ കിട്ടൂല. ആ സമയം ആരംഭിക്കലോടുകൂടി എന്തായി? ഇനി ഹജ്ജിന് പറഞ്ഞാലും ഹജ്ജ് കിട്ടൂല എന്ന് യഖീനായി ആ നിമിഷം മുതൽക്ക് മരണം വരെയും മോനാലാണ്. പറഞ്ഞു മനസ്സിലായ? ഇങ്ങനെ അവസാന കൊല്ലം മുതൽ എന്നല്ല പറയേണ്ടത്, അവസാനത്തെ കൊല്ലത്തിന്റെ ആരംഭം മുതൽ അവൻ തമ്മാടിയായി എന്നല്ലേ. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ആരംഭം മുതൽ അവൻ തമ്മാടിയാവോ? പിന്നെ അവസാനത്തെ കൊല്ലത്തിൽ നിന്ന് ഹജ്ജിന്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇനി ഒരു സമയമായി, ഇനി ഏത് രൂപത്തിലോ പറഞ്ഞാലും എന്ത് കിട്ടൂല. ആ നിമിഷം മുതൽക്ക് മരണം വരെയും മോൻ എന്താണ്? തമ്മാടിയാണ്. ഒരു സമയം മുതൽക്ക് ആ സമയത്ത് അവൻ ഹജ്ജിന് പുറപ്പെട്ടാൽ ലം യുദ്രികുഹു, ഒരു നിലക്കും എന്ത് കിട്ടൂല. എന്നാലും അത് മുതൽക്ക് മരിച്ചതിന്റെ നേരെ മുമ്പുള്ള ദുൽഹിജ്ജ 10 ശേഷം ദുൽഹിജ്ജ 10 കാണാം. ദുൽഹിജ്ജ 10 ഓൻ പുറപ്പെട്ടാൽ അവിടെ എത്തിയാലും ഹജ്ജ് കിട്ടൂല. അപ്പൊ ദൂരത്തുള്ളവർ നേരത്തെ ഇളകണ്ടേ? ശബാൽ മുതലേ തമ്മാടിയാവോ? ശബാൽ മുതലേ പുറപ്പെടണം, ഹജ്ജ് കിട്ടണ്ടിക്കില്ല. ഇവിടുന്ന് ഓടിയിട്ട് അവിടത്തേക്ക് എത്തി ഹജ്ജ് കിട്ടലേ വേണ്ടു. ഇനി എങ്ങനെ ശ്രമിച്ചാലും ഹജ്ജ് കിട്ടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് അവിടെ മുതൽക്ക് എന്തായി? തമ്മാടിയായി. പിന്നെ ഒരു തള്ളപ്പെടും, ഇവനെ കൊണ്ട് സാക്ഷിയാക്കപ്പെട്ടത്. ഇവൻ സാക്ഷി നിന്നിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം പ്രശ്നത്തിന് ഇവൻ സാക്ഷിയായി നിന്നിട്ടുണ്ടോ അത് തെളിവാവൂല. ഇവൻ സാക്ഷി നിന്നുകൊണ്ട് ഏതെല്ലാം മാസം ഉറപ്പിച്ചിട്ടുണ്ടോ അത് അംഗീകരിക്കോ? ഇല്ല, എല്ലാം മർദൂദായി, എല്ലാം പോയി.
പിന്നെ ഇവനെ കൊണ്ട് തീരുമാനമാക്കപ്പെട്ടത് വിധികൾ, ആ വിധികളെ മുഴുവൻ എന്താക്കും? ഇവനെ കൊണ്ട് വിധിയാക്കപ്പെട്ടത് മുഴുവൻ എന്താക്കപ്പെടും? കൊടുക്കപ്പെടും. അതൊന്നും തെളിവല്ലാണ്ടായില്ലേ? ഈ തെമ്മാടിനെ നിർത്തിയിട്ടല്ലേ നമ്മൾ ചെയ്തത്. അതിലെ അവര് ശർത്തായ മസലയിൽ ഇവനല്ലേ ദലീലാക്കി നിർത്തിയത്. അപ്പം പറ്റോ? എല്ലാം പോയി. ഇതുവരെ ചെയ്തതെല്ലാം മാറ്റേണ്ടി വരും. ജമീയമായി അദാലത്ത് നിക്കാഹിന്റെ ആക്കുന്നത് നീതിമാനാവലി ശർത്തല്ലേ? നിക്കാഹിന്റെ ആക്കുന്നത് വലിയ, അതുപോലെ സാക്ഷി, അതെല്ലാം പോയില്ലേ? പിന്നെ തെമ്മാടിനെ കൊണ്ടല്ലേ നടന്നത്. അപ്പൊ പല ഫിസ്ക് വെളിവായാൽ എന്ന് പറഞ്ഞ മസലയിലേക്ക് എത്തൂലേ? ഇവൻ തെമ്മാടിയാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. തെമ്മാടിയായത് ഇപ്പൊ മുഴുവനല്ല, നേരത്തെ മുതൽക്ക് തന്നെ അവനെന്തായി? അവൻ നീതിമാനായും കൊണ്ട് എന്തെല്ലാം പ്രവർത്തിക്കേണ്ടതുണ്ടോ അങ്ങനെ നീതിമാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് മുഴുവനും ഇനി മാറ്റപ്പെടണ്ടേ? ഇനി ഒറ്റ വസ്തുതയുള്ളൂ. വസയത്തി പിന്നീട് വരുന്നുണ്ട്. നിങ്ങളുടെ ആ കിതാബ് തന്നെ 32-ാം പേജിൽ വരുന്നുണ്ട്. എന്ത്? അന്നഹു യസ്തഖിറു അലൈഹി, അവന്റെ മേലെ സ്ഥിരമാകും ഹജ്ജ്. വിവുജൂദി മാലിൻ ലഹു, അവന് മുതൽ ഉണ്ടാവലും കൊണ്ട്. എങ്ങനെയുള്ള മുതൽ? ലം യഅലം, എന്താ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നുണ്ട്. എന്ത്? അന്നഹു യസ്തഖിറു അലൈഹി, അവന്റെ മേലെ ബാധ്യതപ്പെടും. ബിവുജൂദി മാലി, മാലിനെ എത്തിക്കൽ കൊണ്ട്. ലഹു ലം യഅലംഹു, ഒറ്റന്നെ ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ മുതലും ഉണ്ട്. പക്ഷെ ആ മുതലുള്ളത് ആരറിയുന്നില്ല. അപ്പൊ ആവതായിട്ട് ഹജ്ജ് ചെയ്യാതെ അല്ലേ കിടക്കുന്നു. അപ്പൊ എന്താ? ഇസ്തഖറ ഫീ നിമ്മതിഹി, അവന്റെ ഉത്തരവാദിത്തത്തിൽ അത് സ്ഥിരപ്പെട്ടു. ഇനി ചെയ്യാൻ വേണം. ഇനി ചെയ്യാൻ അവസരമില്ലെങ്കിൽ ബന്ധുക്കൾ മറ്റൊരാള് അവന്റെ പേരിൽ ചെയ്യാൻ വേണ്ടേ? വൽ ഇൽമു വഅദമുഹു ഇന്നമാ യുസിറാനി ഫിൽ ഇസ്മി, അറിയലും അറിയാണ്ടിരിക്കലും കുറ്റത്തിനും കുറ്റമില്ലാതിരിക്കലുമാണ് പ്രവർത്തനം. അതൊന്നും ഹജ്ജ് ഒഴിവായി കിട്ടാനുള്ള വഴിയാണോ? അപ്പൊ എന്താ? അവന് ഇത്ര കാലഘട്ടം മുതൽക്ക് തന്നെ പൈസ ഉണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ ചുറ്റുപാടുമുണ്ട്. അവൻ ചെയ്തിട്ടില്ല, മുതലുണ്ട് എന്നുള്ളത് അവൻ അറിയുന്നില്ലല്ലോ. അങ്ങനെ മരണപ്പെട്ടു. എന്നാലോ ആ ദിമ്മത്തിന് വന്ന് അവൻ ഹജ്ജിന് ഉത്തരവാദിയായി. പക്ഷേ അവൻ തെമ്മാടിയാണോ വിളിക്കപ്പെടോ? അപ്പൊ തെമ്മാടിയാവില്ല. അപ്പൊ ഇതുവരെ ചെയ്ത അമലുകളൊന്നും മാറ്റേണ്ടതുണ്ട്.